അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ നേരത്തെ അരിഞ്ഞത്. ഇത് നമ്മുടെ എന്താ പറയുക വാഴക്കൂമ്പാണ്. പിന്നെ വാഴക്കൂമ്പ് തന്നെയാണ്. ഇത് കട്ടി കൂടിയ ഒരു ഭാഗവും ഇത് കട്ടി കുറഞ്ഞ ഭാഗവും രണ്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതെ. പിന്നെ നമ്മളൊരു മീഡിയം വലിപ്പത്തിലെ രണ്ട് നമ്മുടെ സവോള അത് നമ്മൾ കനം കുറച്ച് ഒരു അല്പം കനം കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു സ്നാക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മുടെ ചീനച്ചട്ടിക്കകത്ത് നമ്മുടെ എണ്ണ ചൂടായി തയ്യാറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളിയും ഈ കൂമ്പ് കൂടെ നമുക്ക് ഇതിനകത്തിട്ടൊന്ന് വറുത്തെടുക്കണം. അതല്ല നമ്മുടെ പരിപാടി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതിനകത്തിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പോൾ നമുക്കിത് പയ്യെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടാണ്. അപ്പോൾ തെറിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വേണം ഇടാനായിട്ട്. അപ്പോൾ നമ്മളത് മുഴുവനായിട്ട് ഉള്ളി മുഴുവനായിട്ട് തന്നെ അങ്ങ് വറുത്തെടുക്കുകയാണ്. അതിന് വേണ്ടി നമ്മൾ പിന്നെ നമുക്ക് സമയം കളയണ്ട. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ല അടിപൊളിയായിട്ട് ഇത് മൂത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതങ്ങ് കോരി മാറ്റാം. ഇതിപ്പം ഇങ്ങനെ ഇരിക്കുന്നെങ്കിലുണ്ടല്ലോ ഇത് എണ്ണയൊക്കെ വാർന്ന് കഴിക്കുന്നത് ഒന്നും കൂടെ നല്ല കറുമുറത്താകും സംഭവം. ഇനി നമുക്ക് നമ്മുടെ ഈ അരിഞ്ഞു വെച്ച നമ്മുടെ വാഴക്കൂമ്പുണ്ട് അത് നമുക്ക് രണ്ടായിട്ട് ഇടാം. രണ്ടായിട്ടെന്ന് പറഞ്ഞാൽ ആ സോഫ്റ്റ് ഭാഗവും സെപ്പറേറ്റ് ആയിട്ട് ഇടാം. അത്യാവശ്യം വെള്ളം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ചെറുപട സൗണ്ട് വരുന്നത്. അത് കഴിക്കുന്നുണ്ട്. പതുക്കെ റെഡിയാക്കണേ. അപ്പോൾ നമ്മുടെ ഈ കൂമ്പും നല്ല മൂത്ത് റെഡി ആയിട്ടുണ്ട്. മറ്റേ ഉള്ളിയേക്കാളും പെട്ടെന്ന് ഈ സംഭവം നല്ലതായിട്ട് മൂത്ത് വരും. അപ്പോൾ അതുകൊണ്ട് ഇനി അത് നമുക്ക് കോരി മാറ്റിയിട്ട് നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ നമ്മുടെ കൂമ്പ് ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാം. അടിപൊളി നല്ല അടിപൊളിയായിട്ട് സാധനം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നമ്മുടെ സെക്ഷൻ അപ്പോൾ നമ്മൾ തീരെ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് രണ്ടാമത്തെ സെക്ഷൻ നമ്മുടെ കൂമ്പ് എന്ന് പറയുന്നത് നന്നായിട്ട് പൊരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് കോരി മാറ്റാം. കോരി മാറ്റിയിട്ട് ഇനി നമുക്ക് ഇതിന് മെയിൻ ഒരു കഥാപാത്രമുണ്ട്. മെയിൻ കഥാപാത്രം കൂമ്പ് തന്നെയാണ്. അടുത്തൊരു മെയിൻ ക്യാരക്ടറുണ്ട്. പുള്ളിക്കാരനെ കൂടെ നമ്മൾ വാർത്തെടുക്കണം. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാഗിയാണ്. മാഗിയുടെ നമ്മുടെ ചെറിയ പാക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് പൊട്ടിക്കണം. നമുക്കപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മാഗി നമുക്ക് ഇതിൻ്റെ അകത്തിട്ടൊന്ന് വാർത്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മുഴുവൻ പൊട്ടിക്കണ്ട. മുഴുവൻ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് ഇതായിരിക്കും. നമ്മൾ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് നമുക്കിട്ട് വാർത്തെടുക്കാം. വലിയ ചീനച്ചട്ടി ആണെങ്കിൽ നമുക്ക് ഒരുമിച്ചങ്ങിട്ട് വാർത്തെടുക്കാം. ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതും അധികം തീ കൂട്ടി വെക്കണ്ട. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് ചടപ്പട നയിക്കുന്നുണ്ട്. ഈ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ച് മറിച്ച് വെക്കുക. എന്നിട്ട് ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മാഗി ഇത് അവസാനത്തെ സംഭവം നല്ല മൂത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് കോരി തണുക്കട്ടെ. ഇനി നമ്മൾ കുറച്ച് കപ്പലണ്ടി നമ്മുടെ പച്ച കപ്പലണ്ടി കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിൻ്റെ അതിനൊന്ന് വാർത്തെടുക്കാം. അപ്പോൾ ഈ കപ്പലണ്ടി എടുക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കട്ടെ. കയ്യിലൊക്കെ നമുക്ക് വെച്ച് എണ്ണ വീഴാൻ സാധ്യതയുണ്ട്. മൂത്ത് കേട്ടോ നന്നായി മൂക്കണം കേട്ടോ. മൂത്തേൽ കരിഞ്ഞു പോലും നല്ല കടകളാൻ പിടിക്കണം. അതുകൂടെ അപ്പോൾ നമ്മളുണ്ടല്ലോ എല്ലാ സാധനവും വറുത്തെടുത്തു. ഇനി നമുക്ക് അവസാനമായിട്ട് കറിവേപ്പില. അപ്പോൾ അതും കൂടെ ഒന്ന് എണ്ണ നല്ല ചൂടായിട്ട് തണ്ടോടെയാണ് ഇട്ടത്. അപ്പോൾ നമ്മുടെ കറിവേപ്പില മൂത്ത്. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടെ കോരി മാറ്റിയിട്ട് ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ പരിപാടിയിലേക്ക് കിടക്കാം. കഴിഞ്ഞു നമ്മുടെ പരിപാടി കഴിഞ്ഞു. അതെ എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നല്ലത് എന്താ പറയുക അടിപൊളി ക്രിസ്പി ആയിട്ട് സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് നമ്മുടെ മസാല ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ വലിയ കാര്യമായ സംഭവങ്ങളൊന്നുമില്ല. കുറച്ച് മഞ്ഞപ്പൊടി വേണം. പിന്നെ ഒരു ശകലം എരിവിന് വേണ്ടി ഇച്ചിരി മുളക് പൊടി. അപ്പോൾ അത് കാശ്മീരി മുളക് പൊടി ആയിരിക്കും നല്ലത്. പിന്നെ നമുക്ക്
അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. നമ്മളൊരു സാധനത്തിന് ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അപ്പോൾ അതിനനുസരിച്ച് ഒരുപാട് കൂടിപ്പോയത് ഉപ്പ്. അപ്പോൾ സംഭവം ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ശകലം നമ്മുടെ കായപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. മതി, ഇത്ര മതി. ഇനി ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. മിക്സ് ചെയ്യുന്ന കൂട്ടത്തില് നമ്മുടെ മാഗി നന്നായിട്ട് പൊടിച്ച് എടുക്കുക. അതെ, എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ, അപ്പോൾ നമ്മുടെ ഈ കറിവേപ്പിൻ്റെ തണ്ടൊക്കെ അത് കിടന്നുണ്ട് കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് പൊടിച്ചങ്ങ് ഇട്ടാൽ മതി. അതൊക്കെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പരിപാടികൾ കഴിയും. അതെന്നാന്ന് വെച്ചാൽ നമ്മുടെ അവസാനം വറുത്തിട്ട സാധനത്തിനൊക്കെ കപ്പലിന്റെ ഒക്കെ നല്ല ചൂടായിരിക്കും. കപ്പലിന്റെ ഓരോന്ന് കാണിച്ചില്ലായിരുന്നു. കപ്പലിന്റെ എല്ലാവർക്കും വറുത്ത പോലെ അറിയാമല്ലോ. അതിൻ്റെ അകത്ത് ചെറിയ പൊട്ടൽ വരുമ്പോഴത്തേന് അത് പോരുക. നമ്മുടെ സംഭവം റെഡിയാണ്. വാഴക്കൂമ്പ് മിക്സർ റെഡി. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത് നമുക്ക് വൈകുന്നേരം 4 മണി ചായയുടെ ഒക്കെ കൂടെ എടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പറയുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് നമ്മുടെ സവോള ഉണ്ടല്ലോ, ഫ്രഷ് ആയിട്ട് അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ഇടാന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം. ഒരു വെറൈറ്റി സാധനമാണ് കേട്ടോ. എന്തായാലും നമുക്ക് വാഴക്കൊമ്പൊക്കെ സുലഭമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്നൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കിക്കും. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടോ. പിള്ളേരൊക്കെ കയറി ഇറങ്ങിയത് തീർന്നു. അപ്പോൾ നമ്മളിത് ചെയ്യാനൊരു ഇച്ചിരി സമയം എടുത്തു, പക്ഷേ ഇത് നിമിഷം നേരം കൊണ്ട് തീർത്ത് കിട്ടും. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായവും അതിൻ്റെ നിർദ്ദേശം കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ ഒന്ന് എഴുതുക. പിന്നെ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാർ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ എല്ലാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് താഴെ എഴുതുക. അപ്പം വേറെ വ്യത്യസ്തമായ റെസിപ്പി ഉണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.